ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LSS പരീക്ഷയുടെ മാത്സിൻ്റെ എത്ര സംഖ്യകൾ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്ര സംഖ്യകൾ എന്ന പാഠം തുടങ്ങി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നോക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. നോക്കൂ, എത്ര സംഖ്യകൾ. ആദ്യത്തെ ചോദ്യം, 630നോട് എത്ര പത്തുകൾ കൂട്ടിയാൽ 6000 ആകും? 630നോട് എത്ര പത്തുകൾ കൂട്ടിയാലാണ് 6000 ആകുന്നത്? നോക്കിയാൽ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 6000 മൈനസ് 630 ചെയ്തു. 6000 മൈനസ് 630. 6000-ൽ നിന്ന് 630 കുറച്ചു. അപ്പം നമുക്ക് എത്ര വന്നു? 5370. അതായത് 630നോട് 5370 കൂടെ കൂട്ടിയാലാണ് നമുക്ക് 6000 ആവുന്നത്. പക്ഷേ എത്ര പത്തുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പത്തുകൾ? അപ്പം എത്രയാ? 5370 എത്ര പത്തുകളുണ്ട്? 537 പത്തുകളുണ്ട്. നോക്കിയേ, 537 ഇൻറ്റു 10 അല്ലേ 5370. അപ്പം 5370 എത്ര പത്തുകളുണ്ട്? 537 പത്തുകളുണ്ട്. അപ്പം 630നോട് എത്ര പത്തുകൾ കൂട്ടിയാൽ 6000 ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 6000 മൈനസ് 630 ചെയ്യുമ്പോൾ 5370 വരും. അതിൽ എത്ര പത്തുകളുണ്ട്? 537 പത്തുകൾ. അടുത്ത ചോദ്യം നോക്കാം. മനസ്സിലായില്ലേ? എളുപ്പമുള്ള ചോദ്യമല്ലേ? അടുത്ത നോക്കി, അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുന്ന എത്ര സംഖ്യകൾ 200-നും 300-നും ഇടയിലുണ്ട്? അതായത് അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 6 കിട്ടുന്ന, എത്ര കിട്ടണം? 6 കിട്ടുന്ന എത്ര സംഖ്യകൾ 200-നും 300-നും ഇടയിലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 200-നും 300-നും ഇടയിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കാം. എഴുതാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, 200-നും 300-നും ഇടയിലാണ്. അപ്പം 200 × 300 നമ്മൾ എടുക്കേണ്ടത്. അപ്പം 200 നോക്കിയേ, 200 കഴിഞ്ഞ് ആദ്യം വരുന്ന ഏതാ? 204. 204-ൻ്റെ അക്കങ്ങൾ കൂട്ടിക്കുകയും 2 + 0 + 4. 2 + 0 + 4 എത്ര വന്നു? 6 വന്നില്ലേ? അങ്ങനെ 6 കിട്ടുന്ന എത്ര സംഖ്യ ഉണ്ടെന്നാ. അപ്പം നോക്കൂ, 204 6 അല്ലേ കിട്ടുന്നേ. അടുത്ത നോക്കിയേ, 213. 2 + 1 3, 3 + 3 6 വന്നില്ലേ? അടുത്തത് 222. 2 + 2 + 2 6 വന്നില്ലേ? അടുത്തത് 231. 2 + 3 + 1 6 വന്നില്ലേ? അടുത്തത് 240. 2 + 4 + 0 അതും 6 വന്നില്ലേ? അപ്പം അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുന്ന എത്ര സംഖ്യകൾ 200-നും 300-നും ഇടയിലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 200-നും 300-നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? ഞാൻ കുറച്ച് സംഖ്യ ഇവിടെ എഴുതിയിട്ടുണ്ട്. 204, 213 ഉണ്ട്, 222 ഉണ്ട്, 231 ഉണ്ട്, 240 ഉണ്ട്. മനസ്സിലായോ? അപ്പം അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്നാ. എത്ര ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം 200-നും 300-നും ഇടയിൽ വേണം ശ്രദ്ധിക്കാനായിട്ട്. എല്ലാം തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുക വേണം. അടുത്ത ചോദ്യം നോക്കാം. നോക്കിയേ, 7000-നും 8000-നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട്? ഇത് നമ്മൾ എങ്ങനെ വായിക്കും? 7000. ഇത് നമ്മൾ എങ്ങനെ വായിക്കും? 8000. 7000-നും 8000-നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 8000 മൈനസ് 7000 ചെയ്യണം. അപ്പം നമുക്ക് എത്ര വരും? 1000 മൈനസ് ഒന്നും കൂടെ ചെയ്യണം. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ആവാൻ ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ നേരെ കുറച്ചിട്ട് അതിൽ നിന്നൊരു ഒന്നും കൂടെ കുറയ്ക്കണം. അപ്പം എത്ര വരും? 999 വരും. 1000-ൽ നിന്ന് 1 കുറച്ചാൽ 999 വരും. മനസ്സിലായോ? അപ്പം 7000-നും 8000-നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? 8000 മൈനസ് 7000 ചെയ്തിട്ട് മൈനസ് ഒന്നും കൂടെ ചെയ്യണം. അതായത് 1000 മൈനസ് 1, 1000 മൈനസ് 1 എത്ര വരും? 999, 999 വരും. കിട്ടുന്നില്ലേ? എഴുതിയില്ലേ എല്ലാവരും? അടുത്ത നോക്കാം. നോക്കിയേ, ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും കൂട്ടിയാൽ എത്ര? എന്തൊക്കെ കൂട്ടണം? ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ. അതേത് സംഖ്യ? 4 അക്ക, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാ?
ഇത് 9 ഇനി ഇരട്ട സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് 9 ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ. അതും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ 100. ഇവ രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? അപ്പം 9998 9998ഉം 100ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? എത്രയാ? 10,098. എല്ലാവരും കൂട്ടി നോക്കണം കേട്ടോ ബുക്കിൻ്റെ സൈഡിൽ. ഇങ്ങനെ 8 + 100 പ്ലസ് ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കിയേ. അപ്പം എത്ര ആൻസർ വന്നു? 10,098 വന്നോ ആൻസർ? നോക്കിയേ, അത്ര ആൻസർ വന്നോ? കിട്ടിയില്ലേ? അപ്പം ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും കൂടെ കൂട്ടിയാൽ എത്രയാണെന്നാ? എത്രയാ? 10,098 വരും. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കിക്കേ. 3 500 രൂപ നോട്ടുകളും 4 200 രൂപ നോട്ടുകളും 2 100 രൂപ നോട്ടുകളും 3 50 രൂപ നോട്ടുകളും ചേർന്നാൽ എത്ര രൂപയാകുമെന്നാണ്. അപ്പം നോക്കി അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? 3 500 രൂപ നോട്ടുകൾ. എത്രണ്ണ? 3 500 രൂപ. അപ്പം 3 × 500. ഇത് രൂപയാണേ. 3 × 500. അപ്പം നമ്മളത് ആദ്യം എഴുതി. പിന്നെ എന്താ വരുന്നത്? 4 200 രൂപ നോട്ട്. അപ്പം 4 × 200. പിന്നെ എന്താ? 2 100 രൂപ നോട്ട്. അപ്പം 2 × 100. അടുത്തത് 3 50 രൂപ നോട്ട്. 3 × 50. ഇവയെല്ലാം കൂടി ചേർന്നാൽ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവയെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 500 1500, 4 × 200 800, 2 × 100 200, 3 × 50 150. എന്നിട്ട് ഇവയെല്ലാം കൂടെ കൂട്ടി എത്രയാകും? 2650. പറഞ്ഞേ, 2650. എല്ലാം കൂടെ കൂട്ടി നോക്കുകയെ. അപ്പോൾ എത്ര എണ്ണം വന്നേക്കിനെ? 3 500 രൂപ നോട്ട്, 4 200 രൂപ നോട്ട്, 2 100 രൂപ നോട്ട്, 3 50 രൂപ നോട്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ആദ്യം ഗുണിച്ചു, എന്നിട്ട് നമ്മളെല്ലാം കൂടി കൂട്ടി എഴുതി. മനസ്സിലായില്ലേ? അടുത്തത് നോക്കാം. ദേ നോക്കിയേ. 32 100, 7000, 14 10, 53 1 സംഖ്യ ഏത്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. 32 100 എന്ന് പറയുമ്പോൾ 32 × 100 3200. അടുത്തത് 7000 എന്ന് പറയുമ്പോൾ 7 × 1000 7000. അടുത്തത് 14 10 എന്ന് പറയുമ്പോൾ 14 × 10 140. അടുത്തത് 53 1 എന്ന് പറയുമ്പോൾ 53 × 1 53. ഇനി ഇതെല്ലാം കൂടി കൂട്ടണം. നമ്മൾ ഈ നേരത്തെ ഈ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ എല്ലാം കൂടി കൂട്ടണം. ചെയ്തില്ലേ? കിട്ടുന്നുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണേ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്നുകൂടി ഇട്ടതാ. 32 100, 7000, 14 10, 53 1 ഈ ചോദ്യം. ഇതെല്ലാം കൂടെ കൂട്ടി എത്രയാവുമെന്ന്. അപ്പം 3200, 7000, 140, 53, 10393 വരും. എഴുതിയോ എല്ലാവരും? എഴുതിയില്ലേ? അപ്പം നമുക്കൊന്നുകൂടി നോക്കാം ആദ്യം തൊട്ട് ഏതൊക്കെയായിരുന്നു എന്ന്. നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 630നോട് എത്ര പത്തുകൾ കൂട്ടിയാൽ, എത്ര കൂട്ടിയാലെന്നല്ല, എത്ര പത്തുകൾ കൂട്ടിയാൽ 6000 ആകുമെന്ന്. അപ്പോൾ 6000 - 630 ചെയ്തു, 5370 വന്നു. അതിൽ എത്ര പത്തുകളുണ്ട്? 537 പത്തുകളുണ്ട്. അടുത്ത നോക്കി. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6 കിട്ടുന്ന എത്ര സംഖ്യ 200നും 300നും ഇടയിലുണ്ട്? 6 കിട്ടണം അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ. അപ്പോൾ ഏതാണ്? 204, 213, 222, 231, 240. മനസ്സിലായോ? അടുത്ത നോക്കാം. 7000നും 8000നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 8000 - 7000 ചെയ്തിട്ട് അതിൽ നിന്നൊരു ഒന്നും കൂടെ കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 1000 - 1 999 വന്നു. അടുത്ത നോക്കിയേ. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും കൂട്ടിയാൽ എത്ര വരും? 9998ഉം 100ഉം കൂടെ കൂട്ടിയാൽ 10098. അടുത്തത് നോക്കാം. 3 500 രൂപ നോട്ടുകളും 4 200 രൂപ നോട്ടുകളും 2 100 രൂപ നോട്ടുകളും 3 50 രൂപ നോട്ടുകളും ചേർന്നാൽ എത്ര രൂപ? എത്ര വരും? 3 500 രൂപ നോട്ട്, 4 200, 2 100, 3 50. അപ്പോൾ എല്ലാം കൂടി ഗുണിച്ചിട്ട് കൂട്ടുമ്പോൾ 2650 വരും. മനസ്സിലായോ? അടുത്ത നോക്കിയേ.
32 100 7000 14 10 53 1 ഇതെല്ലാം കൂടെ കൂട്ടി എത്ര വരുമെന്ന്. 32 100 എന്ന് പറഞ്ഞാൽ 3200, 7000 എന്ന് പറഞ്ഞാൽ 7000, 14 10 എന്ന് പറഞ്ഞാൽ 140, 53 1 എന്ന് പറഞ്ഞാൽ 53. ഇവ എല്ലാം കൂടി കൂട്ടുമ്പോൾ 10 393 വരും. ചെയ്തോ എല്ലാവരും? എല്ലാവരും ഇത്രയും ചോദ്യം ചെയ്തില്ലേ? എളുപ്പമുള്ള ചോദ്യമല്ലേ, അറിയാവുന്നതല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം, ഉത്തരം തനിയെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ.